വെൽക്കം ടു അനൂസ് ലേണിംഗ് ഏരിയ. ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിലെ അടുത്ത ടോപ്പിക്കാണ് ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഡിറ്റീരിയറേറ്റിംഗ് ഹെറിറ്റേജ് സൈറ്റ്. പൈതൃക കേന്ദ്രങ്ങൾ നശിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തമുള്ള ഘടകങ്ങൾ. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഈ ഹെറിറ്റേജ് സൈറ്റുകൾ നശിച്ചു പോകുന്നുണ്ട്. ആ നശിച്ചു പോകുന്നതിന് കാരണമാകുന്ന ഘടകങ്ങളെക്കുറിച്ചാണ് ഈ ഒരു പോർഷനിൽ പറയുന്നത്. എ സൊസൈറ്റീസ് ഹെറിറ്റേജ് ഈസ് വാട്ട് ഷേപ്സ് ഇറ്റ്സ് ഐഡൻറ്റിറ്റി ആൻഡ് ഈസ് പാസ്ഡ് ഡൗൺ ത്രൂ ജനറേഷൻസ്. ഒരു സാംസ്കാരിക പൈതൃകം എന്ന് പറയുന്നത് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. സ്വാഭാവികമായിട്ടും ഒരിക്കൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു ചരിത്ര സ്മാരകങ്ങൾ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ആ ചരിത്രത്തെ മാറ്റപ്പെടുന്നുണ്ട്. മറ്റുള്ളവരിലേക്ക്, ഭാവി തലമുറകളിലേക്ക് എത്തുന്നുണ്ട് പഴയ കാര്യങ്ങൾ എല്ലാം തന്നെ. അപ്പോൾ ആ ഒരു പൈതൃക കേന്ദ്രത്തെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ട്. To protect things that are frequently recognized as having cultural significance, particularly heritage building, we need to adopt proper conservation techniques. ഈ സാംസ്കാരിക പ്രാധാന്യമുള്ളതായിട്ട് നിലവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങളെ സംരക്ഷിക്കുന്നതിന്, പ്രത്യേകിച്ച് പൈതൃക കെട്ടിടങ്ങളെ നാം ശരിയായ രീതിയിലുള്ള സംരക്ഷണ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കേണ്ടതുണ്ട്. This will keep these structures from deteriorating and allow them to continue serving their intended purpose for a long period. ഈ സ്മാരകങ്ങളെ അത് നശിപ്പിക്കപ്പെടാതെ സൂക്ഷിക്കുകയും ദീർഘകാലത്തേക്ക് ഈ ഒരു മോണ്യുമെൻറ്റിനെ സംരക്ഷിക്കപ്പെടേണ്ടതും ഭാവി തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതും ഉണ്ട്. Many historic structures were built with great intention to social, political, spiritual, architectural, historical and economic values, making them important to preserve for future generations. സാമൂഹികവും രാഷ്ട്രീയവും ആത്മീയവും വാസ്തുവിദ്യാപരവും ചരിത്രപരവും സാമ്പത്തികവുമായ മൂല്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിട്ടാണ് പല ചരിത്ര സ്മാരകങ്ങളും നിർമ്മിതികളും നിർമ്മിച്ചിട്ടുള്ളത്. അത് ഭാവി തലമുറകൾക്കായിട്ട് സംരക്ഷിക്കുന്നതിൻ്റെ അത്യാവശ്യകത ഉണ്ട്. Similar to this, historically significant structures are extremely valuable and intrinsic about the socio-cultural, socio-political, socio-economic and even technological activities of a society. ഇതേപോലെ തന്നെ ചരിത്രപരമായിട്ട് പ്രാധാന്യമുള്ള ഒരു സ്ഥലം ആ സ്ഥലത്തിൽ സംസ്കാരത്തെയും രാഷ്ട്രീയത്തെയും സാമ്പത്തിക മേഖലയും സാങ്കേതിക പ്രവർത്തനങ്ങളെയൊക്കെ ഒരേപോലെ സ്വാധീനിക്കുന്നവയാണ്. Environmental factors that affect a building physical structures such as wetness, solar radiations and prevailing winds pose a major threat to heritage structures. അതുപോലെ തന്നെ പരിസ്ഥിതിയും ഈ ഒരു മോണ്യുമെൻറ്റ്സിനെ എഫക്റ്റ് ചെയ്യാനുള്ള, മോണ്യുമെൻറ്റ്സ് മാത്രമല്ല ഹിസ്റ്റോറിക്കൽ സൈറ്റിനെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അത് അവിടുത്തെ വെറ്റ്നസ്, ആർദ്രതയായിരിക്കാം, സൂര്യവികിരണമായിരിക്കാം, നിലവിലുള്ള കാറ്റായിരിക്കാം, തുടർച്ചയായി കെട്ടിടത്തിൻ്റെ ഭൗതിക സവിശേഷതകളെ ബാധിക്കുന്ന പാരിസ്ഥിതിക ഘടകങ്ങൾ പൈതൃക ഘടനകൾക്ക് വലിയൊരു ഭീഷണിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. These environmental agencies' main consequences include stains, abrasions, discoloration, cracks, fungal development. പാടുകൾ, ഉരച്ചിലുകൾ, നിറവ്യത്യാസങ്ങൾ, വിള്ളൽ, ഫംഗസ് തുടങ്ങിയവയൊക്കെ ഈ മോണ്യുമെൻറ്റ്സിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. നാച്ചുറൽ ഫാക്ടേഴ്സ് ലൈക്ക് ഫ്ലഡ്, എയർ പൊല്യൂഷൻ, ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ, റെയിൻ സ്റ്റോംസ്, വിൻഡ് സ്റ്റോംസ് ആൻഡ് എർത്തിക്യുക്ക് ആർ ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ദ ഡിറ്റീരിയറേഷൻ ഓഫ് ദീസ് സൈറ്റ്സ്. വെള്ളപ്പൊക്കം, വായുമലിനീകരണം, താപനിലയിലെ മാറ്റം, മഴ, കാറ്റ്, ഭൂകമ്പം തുടങ്ങിയ പ്രകൃതിദത്തമായിട്ടുള്ള ഘടകങ്ങളും ഈ സൈറ്റുകളെ അപജയത്തിന് കാരണമാകുന്നുണ്ട്. നമുക്കിവിടെ ഒരു എക്സാമ്പിൾ പറയാം. മനുഷ്യനിർമ്മിതമായിട്ടുള്ളൊരു എഫക്റ്റായിരുന്നു താജ്മഹലിനെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വൈറ്റ് മാർബിളിൽ നിർമ്മിച്ചിട്ടുള്ള താജ്മഹലിൻ്റെ മുകളിലേക്ക് ആസിഡ് റെയിൻ പോലെയുള്ളവ വീഴുമ്പോൾ അതിൽ സുഷിരങ്ങൾ ഉണ്ടാക്കുകയും അത് മനുഷ്യനിർമ്മിതമായിരുന്നു. കാരണം തൊട്ടടുത്തുള്ള ഫാക്ടറികളിൽ നിന്നുള്ള വായുമലിനീകരണമാണ് ഈ ഒരു മോണ്യുമെൻറ്റിനെ എഫക്റ്റ് ചെയ്തത്. അത് മനുഷ്യപരമാണെങ്കിൽ പ്രകൃതിദത്തമായിട്ടുള്ള പല പ്രശ്നങ്ങളും മോണ്യുമെൻറ്റ്സിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. വെള്ളപ്പൊക്കം വന്നിട്ടുണ്ടെങ്കിൽ അറിയാം, ഭൂകമ്പം വന്ന ആ ഒരു പ്രദേശം മൊത്തം തകർന്നടിഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതും ഹിസ്റ്റോറിക്കൽ സൈറ്റ്സിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. ഇൻ അഡീഷൻ ടു വെതർ എക്സ്പോഷർ, ബയോകെമിക്കൽ ഏജൻറ്റ്സ് ജനറലി ഗ്രേറ്റ്ലി ആക്സിലറേറ്റ് ദി ഡിഗ്രഡേഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ സ്ട്രക്ചേഴ്സ്. ഇതോടൊപ്പം തന്നെ കാലാവസ്ഥയുടെ ചൂഷണം അല്ലാതെ തന്നെ ബയോകെമിക്കലായിട്ടുള്ള ഏജൻറ്റ്സ് ചരിത്രപരമായിട്ടുള്ള ഘടനകളുടെ അപജയത്തെ വളരെയധികം ത്വരിതപ്പെടുത്തുന്നുണ്ട്. കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ആ മോണ്യുമെൻറ്റിനെ വളരെ മോശമായിട്ടത് ബാധിക്കും.
Another important factor is that soluble salts are major cause of deterioration. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ലവണങ്ങൾ നശിക്കാൻ ഈ ലവണങ്ങൾ ഈ പറയുന്ന മോണ്യുമെൻറ്റ്സിനെ നശിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ് ഷുഡ് ബി കൺസിഡേർഡ് അറ്റ് റിസ്ക് ഇൻ പ്ലേസസ് വെർ സെയ്സ്മിക് ഡിസ്റ്റർബൻസ് കുഡ് ബി ഡേഞ്ചറസ്. ഭൂകമ്പ സാധ്യത അല്ലെങ്കിൽ ഭൂകമ്പ അസ്വസ്ഥതകൾ അപകടകരമായേക്കാവുന്ന സ്ഥലങ്ങളിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ചരിത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങൾ സ്വാഭാവികമായിട്ടും അപകട സാധ്യതയുള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വാൻഡലിസം is another cause of deterioration of heritage sites. Vandalism refers to action that were ascribed to the Vandals who ruined or taint anything or unlawful damage such as graffiti done to any property without owner's consent. എന്തെങ്കിലും വാൻഡലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈതൃക കേന്ദ്രങ്ങളുടെ അപചയത്തിൻ്റെ മറ്റൊരു രീതിയിലുള്ള നശീകരണത്തിനെയാണ് വാൻഡലിസം എന്ന് പറയുന്നത്. എന്തെങ്കിലും നശിപ്പിക്കുകയോ കളങ്കപ്പെടുത്തുകയോ ചെയ്യുക, അല്ലെങ്കിൽ ഗ്രാഫിറ്റി പോലുള്ള നിയമപരമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉടമയുടെ സമ്മതമില്ലാതെ ഏതെങ്കിലും വസ്തുവിൽ വരുത്തുന്ന നശീകരണ പ്രവർത്തനങ്ങളെയാണ് വാൻഡലിസം എന്നുള്ള ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും കാരണങ്ങളൊക്കെ ഒരു ഹിസ്റ്റോറിക്കൽ സൈറ്റിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. ഈ രീതിയിലൊക്കെ ആ ഹിസ്റ്റോറിക്കൽ സൈറ്റ് നശിച്ചു പോകാനുള്ളൊരു ചാൻസസ് ഉണ്ട്.